സന്ദീപ് വാര്യർ, ഇപ്പോൾ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ എങ്ങനെയാണ് CPM അതിനെ നിഷേധിച്ചെന്ന് കണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ BLOയുടെ പ്രതിനിധിയായി തന്നെ പങ്കെടുക്കുന്ന ശ്രീ MK അശോക് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. BLAമാർ കൂടെ പോകുന്നു, പക്ഷേ കോൺഗ്രസിന്റെ BLA വൈശാഖ് അവിടെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈശാഖ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചോദിക്കാൻ പോകുമോ എന്നുള്ളൊരു വിഷയം കൂടി. അത് BLOയുടെ കൂടെ പോകുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ധാർമ്മികമായ പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ? ശ്രീ അശോക് പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം അടക്കമുള്ള ആളുകൾ നിയമം പിന്തുടരേണ്ട ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിലവിൽ BLAമാരായിരിക്കുന്ന ആളുകൾ അവർ സ്ഥാനാർത്ഥികളാകുന്നത് നോമിനേഷൻ കൊടുത്താലാണ്. നോമിനേഷൻ കൊടുക്കാൻ വൈശാഖ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ BLAമാരായിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകരുത് എന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നിർദ്ദേശമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. 2, ഇതേ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇതേ സ്ഥലത്ത് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFIയുടെ നേതാവുമൊക്കെ BLOയുടെ കൂടെ പോയിട്ടുണ്ട്. അതിനെ അദ്ദേഹം തള്ളി പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ BLA ആയിരുന്ന ഒഫീഷ്യലി BLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ BLA ആയിട്ടുള്ള വൈശാഖ് പോകുമ്പോൾ അത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞങ്ങളുടെ ഇതൊരു സമരസംഘടനയല്ല, അതുകൊണ്ട് ഇന്ന് നടന്ന സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇത് കാണുന്ന ആൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒന്നുകിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹവും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രീ അരുൺ പറഞ്ഞത്, അരുൺ എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, അങ്ങ് പറയൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് BLA ആയിട്ടുള്ള ഇയാൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടെ കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം ഉണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ. ബഹുമാനപ്പെട്ട സന്ദീപ് സാർ, ഇത് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ BLA ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നിർദ്ദേശം ഉണ്ടോ? എനിക്കറിയില്ല. അല്ല, അങ്ങേക്ക് അറിയില്ലായിരിക്കാം. BLA ആണ് ആണെങ്കിൽ എന്നെ ഒരു അങ്ങയുടെ വ്യക്തിപരമായ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങയുടെ വ്യക്തിപരമായ കാര്യമോ രാഷ്ട്രീയ ആഭിമുഖ്യമോ അല്ല എന്റെ ചോദ്യം. BLA ആയിട്ടുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ ഭാഗമായി വീട്ടിൽ കൊണ്ടുപോകരുത് എന്ന ഔദ്യോഗിക നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? അതായത് കടുത്ത രാഷ്ട്രീയപരമായ മത്സരങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടി പോകാൻ പാടില്ല, BLAനെ കൂട്ടി പോകാൻ പാടില്ല എന്നില്ല. പക്ഷെ സ്വാഭാവികം നാം സ്വയം മനസ്സിലാക്കേണ്ടത് ഒരു BLO എന്ന നിലയിൽ അത്തരം കേസുകൾ. ഞാൻ അങ്ങോട്ട് കൃത്യമായി ചോദിക്കുന്നു, BLA എന്ന് പറയുന്നത് ഒരു പാർട്ടി അപ്പോയിന്റ് ചെയ്യുന്ന BLA, ആ BLAക്ക് SIR പ്രോസസ്സിൽ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ പറയണം, യെസ് ഓർ നോ. ഈ സ്ഥാനാർത്ഥി ആകുമ്പോൾ തന്നെ നമുക്ക് പല പ്രാതിനിധ്യങ്ങളും പല ചട്ടക്കൂടുകളും ഉണ്ട്, അത് പ്രകാരം മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം പ്രാദേശികമായി പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ല. അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടോ? പ്രാദേശികല്ല പറഞ്ഞത്. ഞാൻ നോക്കൂ, അങ്ങ് പറയുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. ശരി, ധാർമ്മികമായി വേണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാം. പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോകണമെങ്കിൽ ഇപ്പോൾ BLOയോട് കൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഒരു വിശ്വാസ്യത വരും എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അതെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും BLOയുടെ സഹായത്തോടെ വോട്ട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താണ് പോകേണ്ട ആവശ്യമില്ലെന്നല്ല, BLOയ്ക്കാണ് ആവശ്യം. നോക്കൂ ശ്രീ MK അശോക് കുമാർ, BLOയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികളെ ആവശ്യം. BLOയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികളെ ആവശ്യം. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. BLOമാർ സഹായം തേടുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ. അതിന്റെ പാർട്ടി എന്നില്ലെന്നേ. BLO നിർണായക അല്ലല്ല, BLO നിർണായക ഘട്ടത്തിന് സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ BLA ബന്ധപ്പെടാറുള്ളൂ. നോക്കൂ, നമ്മളിപ്പോൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഒരു പരിചയവുമില്ലാതെ ഈ മേഖലയിലേക്ക് കുറെ പേരെ തള്ളിയിട്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ ഇരയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വനിതാ BLO. അതിന്റെ ഇരയാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട അനീഷ് അല്ലേ?
അപ്പോൾ അനീഷിന് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ പണിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതിന്റെ സമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടാം എന്നുള്ളതാണ് ചട്ടം. തീർച്ചയായും തേടാം പാടില്ല എന്ന് പറഞ്ഞില്ല. ശരി ഒരു സെക്കൻഡ് സ്മൃതി എന്റെ സമയമാണ്. അശോക് ഒരു കാര്യം മനസ്സിലാക്കാം. പറഞ്ഞോളൂ. സ്വന്തമായിട്ട് അല്ലെങ്കിൽ അശോകിന്റെ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് അശോകിന്റെ സംഘടനയ്ക്കോ അശോകിനോ സ്വന്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കാനോ അതുമായി ബന്ധപ്പെട്ട സ്വയം തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള ഒരു അവകാശമോ അധികാരമോ ഇല്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഇവിടെ BLA ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, വൈശാഖിന് കൂടെ പോകാൻ നിയമപരമായിട്ടുള്ള ഒരു തടസ്സവും ഇല്ല. ഉണ്ടെങ്കിൽ അങ്ങ് വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇതേ ചർച്ചയിൽ പറഞ്ഞു, CPMന്റെ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവും പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല. അത് സംബന്ധിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നില്ല. അവിടെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ തെറ്റായ കാര്യം എന്താ? CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവും പോയതാണ്. അതിനെ വേണമെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ ഒഫീഷ്യലി BLA ആയിട്ടുള്ള ഒരാൾ പോകുന്ന സമയത്ത് അവരെ തടയാൻ വേണ്ടി അവർ കൂടെ പോകരുതെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി എന്നുള്ള അനീഷിന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു. നിങ്ങൾക്കതിൽ പ്രതിഷേധമേ ഇല്ല, നിങ്ങൾക്കതിൽ സംശയമേ ഇല്ല. ഇവിടെ അങ്ങ് ഈ ശബ്ദരേഖയും പ്രതികരണങ്ങളും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു ഉണ്ടായി എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. Debate with Smriti Parithikar.